എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദിക്ക് ഫുഡ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇഷിത. ഈ സമയത്ത് ആദ്യ ഫുഡ് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മ ഇന്നത്തെ ഫുഡിനെന്ന് പറയാം. അതെയോന്ന് ചോദിക്കുക. അതെന്താ അമ്മ അങ്ങനെ? അല്ല അത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നേന്ന് പറയണേ. വീട്ടിൽ നിന്നോ? എന്നിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടാത്തെ. കൊണ്ടുപോവാം, നാളെ ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇഷിതയോട് പറഞ്ഞു, അതെ ഇനി അമ്മ എനിക്ക് വാരിത്തരാൻ പറയാണ്. അങ്ങനെ ഇഷിത അവന് വാരിക്കൊടുത്തു. പിന്നീട് ഇഷിതയോട് പറഞ്ഞു, ഇനി അമ്മയ്ക്ക് ഞാൻ വാരിത്തരാന്ന് പറഞ്ഞ് അവൻ പിന്നീട് ഇഷിതയ്ക്ക് വാരിക്കൊടുക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബെഡിൽ പോയിരിക്കുന്ന സമയത്ത് ഇഷിത അവൻ്റെ മുടിയിഴകളിൽ പതുക്കെ തലോടുവാണ്. എന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ നിനക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിക്കഴിയുമ്പോഴത്തേന് ഈ അമ്മേനെ ഒന്നും ഓർമ്മയുണ്ടായിരിക്കില്ലെന്ന് പറയാം. അതെന്ത് വർത്താനമേ അമ്മ പറയണേ? അമ്മേനെ ഞാൻ മറന്നു പോന്നു, അതൊരിക്കലും സംഭവിക്കില്ലെന്ന് പറയണം. പിന്നീട് ആദ്യോട് പറഞ്ഞു, അയ്യോ ഇപ്പോഴും ഞാനൊരു കാര്യം ഓർത്തേ, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ഇഷിത പോയ ഗിഫ്റ്റ് എടുത്തോണ്ട് ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. അത് ആദ്യയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ്. ആദ്യക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ആദ്യ പറഞ്ഞു, ഞാൻ അമ്മയുടെ മടിയിലേക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയുടെ മടിയിലേക്ക് കിടക്കുവാണ്. ആ സമയത്ത് ഇഷിത പറഞ്ഞു, ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ഓർമ്മ തിരികെ കിട്ടിക്കഴിയുമ്പോഴത്തേനും ആരെങ്കിലുമൊക്കെ നിന്നോട് പറയും നിന്റെ അമ്മ ഞാനല്ല എന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഒരു ആദ്യ ചാടി എഴുന്നേറ്റു. എൻ്റെ അമ്മയല്ലെന്നോ? അങ്ങനെ പറയുന്നവരെ ഞാൻ കൊല്ലത്തുള്ളെന്ന് പറയാണ്. ഇഷിത പെട്ടെന്ന് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, മോൻ ഉറങ്ങിക്കോളാൻ പറയണം. അങ്ങനെ ആദ്യനെ ഉറക്കുവാണ്. ഇഷിതയ്ക്ക് സങ്കടം വന്നു. അധികം വൈകാതെ തന്നെ അവന് ബോധം വീഴും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ആ സമയം ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് രചന ഇങ്ങനെ ഇരിക്കുകയാണ്. ആദ്യക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. മനസ്സിലേക്ക് പല പല ചിത്രങ്ങൾ വരുവാണ്. അവന് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രി വന്ന സമയത്ത് ആകാശിൻ്റെ കാറിൻ്റെ മോണ്ടയിൽ ചിപ്സിൻ്റെ കവർ ഉണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ അത് ആദ്യം കഴിച്ച ചിപ്സാണോ ഇപ്പം ആകാശിൻ്റെ കാറാണോ ഇടിച്ചത് എന്നൊരു ചിന്ത വരുവാണ്. പിന്നീട് ആകാശിൻ്റെ അരിയിലേക്ക് രചന വരുവാണ്. വന്നിട്ട് ചോദിച്ചു, ആകാശ് എന്ത് പണിയാന്ന് ചോദിക്കാം. ഞാനിവിടെ കുറച്ച് വർക്ക്സൊക്കെ ചെയ്യാനുണ്ട്, കമ്പനി ഉണ്ടല്ലോ സ്വന്തമായിട്ട്, അപ്പം എൻ്റെ ജോലിയൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കും. ഓഹോ, അപ്പം ആകാശിന് കമ്പനിയും ജോലിയോ മുഖ്യം, എൻ്റെ മോനെക്കുറിച്ച് ഒരു ചിന്തയില്ലല്ലേന്ന് ചോദിക്കണം. അങ്ങനെ പറയരുത് രചന. പിന്നല്ലാതെ എൻ്റെ മോൻ എന്ത് സംഭവിച്ചെന്നെങ്കിലും തിരക്കിയോ? അതെങ്ങനെയാ? ആകാശന് അതിനൊന്നും സമയമില്ല അല്ലേന്ന് പറയണം. രചന, നീ അനാവശ്യം പറയില്ലെന്ന് പറയണം. ആകാശേ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് ആകാശിനെ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആകാശ് അവന് സ്കൂൾ ബസ് കയറ്റിയിരുത്തി സ്കൂൾ ബസ് പോയതിന് ശേഷമാണ് തിരികെ വന്നേ? അല്ലല്ലോ. അത് പിന്നെ അല്ലാന്ന് പറയണം. അപ്പം ആകാശിൻ്റെ ഉത്തരവാദിത്വം അത്രയേ ഉള്ളൂ. എനിക്ക് ബലമായിട്ട് സംശയമുണ്ട് ആകാശിൻ്റെ കാർ ഇടിച്ചാണ് മോനെ അപകടം സംഭവിച്ചതെന്ന്. നീ എന്തൊക്കെയാ രചനയെ പറയണമെന്ന് വെക്കും. സത്യം പറ ആകാശേ, അതല്ലേ നടന്നേ? അന്ന് ഞാൻ വന്നപ്പോൾ ചോദിച്ചല്ലേ ആകാശിനോട്, ആദ്യക്ക് ഇഷ്ടപ്പെട്ട ചിപ്സിൻ്റെ കവറാണല്ലോ എന്ന്. ആകാശ് പറഞ്ഞു, അതവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറന്നു പോയതാ, ഞാൻ പറഞ്ഞല്ലോ. വേണ്ട ആകാശേ, എന്നോട് കള്ളത്തരം പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം. എന്നാലും ഇത് വേണ്ടായിരുന്നു, നീ ചതിയനാന്ന് പറഞ്ഞ് കോളറിനോട് കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവനെ അടിക്കുവാണ്. രചന വേണ്ടാന്ന് പറയണം. പക്ഷെ രചന വിട്ടില്ല. അവസാനം അവനെ സെറ്റിയിലേക്ക് അങ്ങോട്ട് തള്ളി വിടുവാണ്. എൻ്റെ മോനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറ, അവനെ എവിടെയാ കൊണ്ടേ കൊന്നു കുഴിച്ചിട്ടിരിക്കുന്നത്, അതെങ്കിലും എന്നോടൊന്ന് തുറന്നു പറയാൻ പറയണം. പിന്നെ രചന പോയിരുന്ന് കരയുമ്പോൾ രചനയെ ആശ്വസിപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകണം. ആകാശിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. രചനയുടെ കാര്യം ഓർത്തപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയാവും എന്താവുന്ന ഒരൈഡിയ ഇല്ല. ഈ സമയത്ത് സുചിത്രയും വിനോദും കൂടെ വരുവാണ് ഫ്ലാറ്റിലേക്ക്. അപ്പോൾ സുചിത്ര പറഞ്ഞു, ദൈവമേ എന്തായി തീരുമെന്ന് അറിയത്തില്ല. സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇളയമ്മയുടെ കോൾ വന്നാൽ ഞാൻ കോൾ എടുത്തിട്ട് പോലും ഇല്ലെന്ന് പറയണേ. സിനിമയ്ക്ക് പോകണമെന്ന് പോലും ഓർത്തല്ല, പക്ഷെ എന്ത് ചെയ്യാനാ? ഇത് കേട്ടപ്പോഴത്തേനും വിനോദ് പറഞ്ഞു, അങ്ങനെയായിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നെങ്കിൽ താൻ വരണ്ടായിരുന്നല്ലോ എന്ന് പറയാം. പക്ഷേ ഇളയമ്മ എനിക്കറിയാം ചെന്ന് കയറി കഴിയുമ്പോൾ എന്താ ചോദിക്കണമെന്ന് അറിയത്തില്ല. കാരണം ഇത്രയ്ക്ക് സമയമായില്ലേന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പം ഇളയമ്മ ഇനിയിപ്പോൾ ചേച്ചിനെ വിളിച്ച് വിഷയമാക്കുമെന്നും അറിയത്തില്ല എന്ന് പറയാണ്. വിനോദ് പറഞ്ഞു, അത്ര വലിയ പ്രശ്നമാണോ? പിന്നെ ആണോന്നോ? ചെന്ന് കയറുമ്പോൾ ഇളയമ്മ ചോദിക്കും, നീ എവിടെ പോയതാടീന്ന് ആദ്യം ചോദിക്കുന്നേ. പിന്നെ ആളുടെ കൂടെ ആയിരുന്നടീന്ന് ചോദിക്കും. നിനക്കന്ന് ഒരു വാക്ക് പറയാൻ വരാമെന്നൊക്കെ ചോദിക്കും. പിന്നെ ഒരു കൂട്ടുകാരുടെ കൂടെ പോകുന്ന ഞാൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. എന്നാലും ഇളയമ്മേനെ നേരിടാൻ എനിക്ക് പറ്റില്ല എന്ന് പറയണം. വിനോദ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അവസാനം ഞാൻ ഇഷിതേച്ചിയെ വിളിക്കേണ്ട വരുമെന്നാണ് തോന്നുന്നത്. ഇഷിതേച്ചി വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇളയമ്മയ്ക്കൊരു സമാധാനവും. അത് മാത്രം ഞാൻ നോക്കിയിട്ടൊരു മാർഗം കാണുന്നുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പം വിനോദിന് ആപ്പാ ടെൻഷൻ. അങ്ങനെയാണെങ്കിൽ വേണ്ടായിരുന്നു സുജി, സിനിമയ്ക്കൊന്നും പോകണ്ടായിരുന്നു പറയണം. ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് പറയാം. സാരമില്ല, കുഴപ്പമില്ലല്ലോ, ഇനി ഇങ്ങനെ നമ്മൾ പോകുന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയണം. എനിക്ക് നീ ഒരു ട്രീറ്റ് തന്നായിരുന്നല്ലോ ജോലി കിട്ടിയതിൻ്റെ, ഞാൻ അത്രേ വിചാരിച്ചുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും വിചാരിച്ചില്ലെന്ന് പറയണം. സാരമില്ല വിനോദേ, എപ്പോഴാണ് ഞാൻ ഇത് ഫേസ് ചെയ്തല്ലേ മതിയാവുള്ളൂ. ഞാനും കൂടി ചെല്ലട്ടെ. ചിലപ്പോൾ ഒരു ഒച്ചയും കേൾക്കും, ഇളയമ്മയുടെ ആക്രോശവും കേൾക്കും. ഒച്ച കേട്ടോണ്ട് വിചാരിച്ചാൽ മതി തല്ല് കിട്ടിയതാന്ന്.
ഇത് കേട്ടത് വിനോദ് ചിരിക്കുവാണ്. ചിരിക്കാൻ പറഞ്ഞാലോ ഉള്ള കാര്യം പറഞ്ഞ് ഇളയമ്മേനെക്കുറിച്ച് അറിയത്തില്ല എന്നിട്ടാ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങളെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് രാമനാഥനോട് വന്നിട്ട് സ്വപ്നവല്ലി ചോദിച്ചു, അല്ല രാമ, മഹേഷ് ഇഷിതയും വന്നില്ലോ? ഇല്ല, ഇപ്പം തന്നെ വരുമായിരിക്കും എന്ന് പറയാം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജുമ വന്നിട്ട് പറഞ്ഞു, അല്ലേലും ഒരാൾക്ക് ഇപ്പം ഇതായല്ലോ, അമ്മ അനുമതി കൊടുത്തിട്ടുണ്ടല്ലോ എപ്പം വേണം വന്നാൽ മതിയെന്ന്. അതുകൊണ്ട് ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. അവൾക്ക് നടക്കാൻ തോന്നിയാസം നടക്കാൻ സമയം കൂടുതൽ കിട്ടിയില്ലെന്ന് പറയണം. രാമനാഥൻ പറഞ്ഞു, വേണ്ട മഞ്ജുവേ, ഇനി അനാവശ്യമായ കാര്യങ്ങളൊന്നും വിളിച്ചു പറയണ്ടെന്ന് പറയണം. ഈ സമയം മഞ്ജു പറഞ്ഞു, ഞാൻ അനാവശ്യമായിട്ട് എന്താ പറഞ്ഞേ? അവൾക്ക് തോന്നിയാസം നടക്കാനുള്ള സമയമല്ലേ അമ്മ കൂട്ടി കൊടുത്തിരിക്കുന്നത്. അവൾ പറയുന്നതെല്ലാം കണ്ണടച്ചും കൂടി വിശ്വസിച്ചെന്ന് പറയാം. എൻ്റെ ദൈവമേ, ഇവളെ കൂടൊക്കെ മടുത്തു പോവുള്ളൂ. ഈ ദൈവത്തിൻ്റെ ഒരു കാര്യേ, ഇവളാകെപ്പാടെ ഇവളെ നാക്ക് ചലിപ്പിക്കുന്ന ആ ഇഷിതേനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം. അപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു, ഫുഡ് കഴിക്കാനും. അത് ശരിയാ, ഈ 2 കാര്യത്തിന് മാത്രം. അപ്പോഴേക്കും മഞ്ജു പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുന്നത്, എന്നിട്ട് എനിക്കിട്ട് പണി തരില്ലെന്ന് പറയണം. അപ്പോഴേക്കാണ് വിനോദ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വിനോദിനെ കണ്ടതും പറഞ്ഞു, ആഹാ മോൻ വന്നല്ലോ എന്നൊക്കെ പറയണം. എന്താ ഇവിടെ ഭയങ്കര ചർച്ച? അത് പിന്നെ ഇഷിതയും മഹേഷും വന്നില്ല അതാന്ന് പറയണം. ഇഷിതയ്ക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇഷിത ലേറ്റായിട്ട് വരുന്നേ, അതിൻ്റെ പ്രശ്നമെന്ന് പറയണം. ഇത് കേട്ടതും മഞ്ജു പറഞ്ഞു, അതെ ഇഷിതയെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് വിനോദ് നിനക്ക്. വിനോദ് പറഞ്ഞു, അതെ ഇഷിതേച്ചിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഏട്ടത്തി എന്താണെന്ന് നല്ലവളാണ്. സൊസൈറ്റിയിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ഇഷിതേച്ചിനെ കുറിച്ച് നല്ലത് മാത്രം ആൾക്കാരൊക്കെ പറയുന്നുള്ളെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മഞ്ജുമിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രാമനാഥൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്കണം മോനെ, പക്ഷേങ്കിൽ ഇവളുണ്ടല്ലോ, ഇവൾക്ക് അന്നും വിശ്വാസം വരുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, അതെന്താ ചേച്ചിക്ക് വിശ്വാസം വരാത്തെ? അല്ല, ചേച്ചിയുടെ ഭർത്താവ് കൈലാസാണ് ഇപ്പോൾ എവിടെയാന്ന് ചോദിക്കാം. അത് അവളോട് ചോദിച്ചാൽ അവൾക്ക് അറിയത്തില്ല. രാമനാഥൻ പറയാ, സ്വന്തം കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ല, മറ്റുള്ളവരുടെ കുറ്റം ചകഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് പാഞ്ഞു പെറുക്കി നടക്കുമല്ലേ, എവിടെ എന്താന്നൊക്കെ അന്വേഷിച്ചിട്ട് നാണമില്ലാത്തവളെന്നൊക്കെ പറയണം. ഈ സമയം വിനോദ് പറഞ്ഞു, അതെ ഇഷിതേച്ചിനെ കുറിച്ചുകൊണ്ട് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. അതുകൊണ്ട് ഇനി കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, സ്വന്തം കാര്യം ആദ്യം നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ് മഞ്ജിമ. രാമനാഥൻ പറഞ്ഞു, അത് നീ കാര്യമാക്കുമ്പോൾ വേണ്ട, ഇത് സ്ഥിരമുള്ളതാന്ന് പറയണം. ഈ സമയം സ്വപ്നവല്ലി പറഞ്ഞു, മോനെ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് ആദിത്യനെ കുറിച്ച്. ആദിത്യനോ? അതാരാന്ന് വിനോദ് ചോദിക്കുക. അത് പിന്നെ മഹേഷിന്റെ കല്യാണം നടക്കുന്ന സമയത്ത് നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അവനൊരു മോനും കൂടെ ഉണ്ടെന്ന് പറയണം. മോനോ? അതെ ആദിത്യൻ, അവന് 10 വയസ്സുണ്ട്, അവൻ ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിലാണ് പഠിക്കണേന്ന് പറയണം. പിന്നീട് ആദിത്യന്റെ കഥ പറയാണ്. ഡിവോഴ്സ് ആയും കഴിഞ്ഞ ശേഷം ആദിത്യനെ രചനയോട് പറഞ്ഞു വിട്ടതും മഹേഷിന് അവനെ കാണാനായിട്ട് അനുമതിയില്ലായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദിന് ആകെപ്പാടെ വിഷമായി. ഈ സമയം രാമനാഥൻ പറഞ്ഞു, ഇത് ഇഷിതയ്ക്ക് അറിയില്ല, ഇഷിതയോട് എങ്ങനെ പറയൂന്ന് പോലും അറിയത്തില്ല, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് പോലും അറിയത്തില്ല എന്ന് പറയണം. ഇത് കേട്ടതും വിനോദിനും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വിനോദ് ചോദിച്ചു, അല്ല ഏട്ടൻ വന്നില്ല അമ്മേനിക്ക? വന്നില്ല എന്ന് പറയണം. ഓ, അതെന്താ എത്ര താമസിക്കുന്നത്? ചിലപ്പോൾ ലേറ്റായിട്ടേ വരുവോളെന്ന് പറയാം. അല്ല മോനെ, നിന്നെ ഇവിടെ കണ്ട പ്രശ്നമൊന്നും ആകത്തില്ലോ അല്ലേ? ഏയ്, ഇനി ഞാൻ കോഫി ഷോപ്പിൽ കയറിയ സമയത്ത് ഏട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് ഞങ്ങൾ ഒരുമിച്ചൊരു കോഫിയെ കുടിച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ലെന്ന് പറയണം. ഈ പിന്നീട് കാണിക്കുന്ന സുമിത്ര കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയാമ്മൻ്റെ അടുത്തും മാഷിൻ്റെ അടുത്തും. സത്യം പറയടി, നിനക്ക് തോന്നിയാസം നടക്കാനാണ് നീ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുക. ഇളയമ്മ, ഞാൻ കൂടുതലൊന്നും വിസ്തീരിക്കണ്ട. എടി 10 മണിയായിട്ട് ഒരു പെണ്ണ് വീട്ടിലെത്തിയിട്ടില്ലെങ്കിലേ കാരണവന്മാർ എന്ത് വിശ്വസിച്ച് വീട്ടിലിരിക്കണം? ഇന്നത്തെ കാലവാ, എന്തൊക്കെ കോപ്രായങ്ങളെ കാണിച്ചു വിട്ടെന്നറിയാം ആൾക്കാര്. മനുഷ്യൻ ജീവൻ എടുത്ത് കൈ പിടിച്ച് ഇത്ര സമയം ഇരുന്നേ, വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല. ആ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം. അത് പിന്നെ ഇളയമ്മ, ഞാൻ കൂടുതലും നീ വിസ്തീരിക്കണ്ടെന്ന് പറയണം. നീ ഏത് കൂട്ടുകാരുടെ കൂടെ പോയെന്ന് ചോദിക്കണം. അവസാനം അവൾ പറഞ്ഞു, ഞാൻ കൂട്ടുകാരുടെ കൂടെ അല്ല പോയത്, പിന്നെയോ ഞാൻ വിനോദിൻ്റെ കൂടെ പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സുമിത്രയുടെ പ്രിയാമ്മയോട് പറഞ്ഞു, എന്നിട്ട് നീ എന്താ പറഞ്ഞത്? മാഷിനോട് പറഞ്ഞു കൂട്ടുകാരുടെ കൂടെ പോകുന്നല്ലേ? മാഷ് പറഞ്ഞു, അതാണല്ലോ പറഞ്ഞ്. അത് പിന്നെ ഇളയച്ച ആ സമയത്ത് അങ്ങനെ പറഞ്ഞാ, പക്ഷേ എങ്കിൽ അങ്ങനെയല്ലായിരുന്നു പറയണം. എടി, വിനോദിൻ്റെ കൂടെ പോകാൻ അവൻ നിന്റെ ആരടിന്ന് ചോദിക്കുകയാണ്. നിന്റെ ഭർത്താവാണോ? പിന്നെ ആരടി നീ ഇത്ര ധൈര്യത്തിൽ പോകണമെന്ന് ചോദിക്കുകയാണ്. അല്ലേമ്മ, ഞാൻ ഇനി പോകത്തില്ല, സത്യമായിട്ടും പോകത്തില്ലെന്ന് പറയണം. വേണ്ട, നീ കൂടുതൽ സത്യമൊന്നും ഉണ്ടാ, നാളെ കെട്ടി ഇവിടുന്ന് പോയിക്കോണം, ഞാൻ ചേച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് പറയാം. ഇളയമ്മ എന്നെ പറഞ്ഞു വിടലെന്ന് പറയണം. പറഞ്ഞു വിടണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കട്ടെ. പറഞ്ഞാൽ നീ ഒന്നും അനുസരിക്കില്ലല്ലേന്ന് ചോദിക്കുക. ഞാൻ എന്താ ഇളയമ്മ അനുസരിക്കായിരുന്നേന്നൊക്കെ ചോദിക്കുകയാണ്. മാഷ് പറഞ്ഞു, മതി പ്രിയാമണി വഴക്കുറഞ്ഞ്. പിന്നെ മാഷോടെ മിണ്ടായിരിക്കുന്നോണെന്നൊക്കെ പറയണേ. ഇത്ര സമയം മനുഷ്യൻ്റെ നെഞ്ച് തീയായിരുന്നു, അത് ഇവൾക്കൊന്നും മനസ്സിലാകത്തില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും സുമിത്ര കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി പോവാണ്. മാഷ് പറഞ്ഞു, വേണ്ടായിരുന്നു, ഇത്രയ്ക്ക് വേണ്ടായിരുന്നില്ല, പാവം, അവൾക്ക് ആകെപ്പാടെ വിഷമമായെന്ന് പറയാണ്. ആ വിനോദ് അവനൊരു നല്ലവനാന്ന് പറയണം. നല്ലവനായിരിക്കും, പക്ഷെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു മാഷെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയാമണി കിടന്ന് ഉറഞ്ഞു തുള്ളുവാണ്. ആ സമയം ആകെപ്പാട് ടെൻഷൻ അടിച്ച് ആകാശിരിക്കുക. ദൈവമേ, തൻ്റെ കാറെ ഇടിപ്പിച്ചെന്നുള്ള കാര്യം
അധികം വൈകാതെ മിക്കവാറും രചന അറിയും. ഇതിനകത്ത് ഫോട്ടോ സഹിതമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവും. തൻ്റെ കാറിൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീഡിയോ അത് രചനയ്ക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആകെപ്പാടെ പ്രശ്നവും. എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് തൻ്റെ ആ കാറ് കാണാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാശ്. ആ സമയത്താണ് രചന അങ്ങോട്ടേക്ക് വരുന്നത്. ആകാശ് കണ്ടില്ല രചന അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയിൽ കാണാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.